ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ചില ആൾക്കാരെയൊക്കെ പ്രഖ്യാപിച്ചു തുടങ്ങി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റുമായിട്ടും ഇസ്രായേലുമായിട്ടും ബന്ധപ്പെട്ട് ചില ആൾക്കാരുടെ നിയമനവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 പേരാണ്. ഒന്ന് ഇസ്രായേൽ അംബാസഡർ, അമേരിക്കൻ അംബാസഡറായിട്ട് ഇസ്രായേലിൽ പോകുന്ന മൈക്ക് അക്കാബെ. അദ്ദേഹം ആരാണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. കാരണം ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ചെയ്തത്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എൻവോയ്, അതിൻ്റെ അംബാസഡറായിട്ട് പോകുന്ന സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം ആരാണ്? അപ്പം ആദ്യം പറഞ്ഞ ഇസ്രായേലി അംബാസഡറായിട്ട് പോകുന്ന മൈക്ക് ഹക്കാബെ എന്ന് പറയുന്നയാൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ഇയാൾ ബേസിക്കലി അതിഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നയാളാണ്. അതേപോലെ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ഇവാഞ്ചലിസ്റ്റ് കൂടിയാണ് ഇയാൾ. ആർക്കനാസ് ഗവർണറായിരുന്നു. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനെ ട്രംപിന് അനുകൂലമായിട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ഇദ്ദേഹമാണ് പാടുപെട്ടത്. കാരണം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ, സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്റേഴ്സിനെയും അതേപോലെ തന്നെ വിശ്വാസികളെയൊക്കെ ട്രംപിന് അനുകൂലമായിട്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിപ്പിച്ച ആളാണ് ഈ പറയുന്ന ഈ സ്റ്റീവ് മക്കാബെ എന്ന് പറയുന്ന ആൾ. പിന്നീട് ഇയാളുടെ ചില സംഭവങ്ങളുണ്ട്. ഇദ്ദേഹം ജെറുസലേമിൽ പോയി, അതായത് ഇസ്രായേലിൽ പോയിട്ട് പ്രഖ്യാപിച്ചതാണ്, ഇവിടെ 2 സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല, ഇസ്രായേൽ മാത്രമേ മതി, കാരണം സെക്യൂരിറ്റിയുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, പാലസ്റ്റീൻ്റെ ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചയാളാണ് ഈ ഇസ്രായേലി അംബാസഡറായിട്ട് അമേരിക്കയിൽ നിന്ന് ട്രംപ് എടുത്തിരിക്കുന്നയാൾ. അതായത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ളയാൾ. പിന്നീട് മറ്റൊന്ന്, അമേരിക്കയിലുള്ള മെസ്സിയാനിക് ജ്യൂസ്, അതായത് ഇസ്രായേലിലെ ജൂയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസ് ആയുള്ളവരുടെ അവരുടെ ഒരു കൺസോർട്ടിയം പാർട്ടിയൊക്കെ ഉണ്ട്. അതിൻ്റെ മേജേഴ്സ്, പ്രധാനപ്പെട്ട അവരുടെ ഇവാഞ്ചലിക്കൽ സംഭവത്തിൻ്റെ ലീഡർഷിപ്പും കൂടിയുള്ളയാളാണ് ഈ പറയുന്ന പഴയ ആർക്കനാസ് ഗവർണറായ ഈ ഹക്കാബെ. ഇപ്പം ഇയാളവിടെ വിടുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്, ഒരു കാര്യം കൃത്യമാണ്. അതായത് ട്രംപിൻ്റെ സ്വന്തം ആളായിട്ടാണ് ഇയാളെ ഇസ്രായേലിലോട്ട് പറഞ്ഞു വിടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇലക്ഷനൊക്കെ 2017 പറഞ്ഞു, 2018 പറഞ്ഞു. ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ചെറിയ രാജ്യമായിട്ട് നിൽക്കാൻ പാടില്ല, ഇത് വലിയ രാജ്യമാകണം, ഇതിന് എല്ലാവിധമായ സപ്പോർട്ടും അമേരിക്ക കൊടുക്കണമെന്ന് പല ആവർത്തി ഇസ്രായേലിൽ പോയി ഡിക്ലെയർ ചെയ്തയാളാണ് ഈ ഹക്കാബെ എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ പറയത്തില്ല, പെന്തക്കോസ്ത് സഭയുടെ ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്ററാണ് ഇയാൾ. അയാളാണ് അവിടെ അമേരിക്കൻ അംബാസഡറായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി മുതൽ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് രാജ്യം ഉണ്ടാകാൻ പോകുന്നില്ല, ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേലായിരിക്കും. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയാണ് അമേരിക്കൻ അംബാസഡറായിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിംഗ് ഉണ്ട്, നേരത്തെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പേര് മൈക്ക് വിറ്റ്കോഫ്. ഇപ്പം ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ബേസിക്കലി ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്. അതായത് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ, അതായത് ബിൽഡറും വലിയ സംഭവമൊക്കെയാണ് ഇയാൾ, വലിയ ബിസിനസ്സുകാരനാണ്. അപ്പം ഇയാൾ എന്താണ് ചെയ്തത് ട്രംപിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി? ഇതൊക്കെ നമ്മൾ ഓരോ പോയിന്റുകൾ അറിഞ്ഞാൽ മാത്രമേ ഇവരെ എന്തിനാണ് ട്രംപ് അവിടെ വിടുന്നത്, ഇതാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന് വേണ്ടിയുള്ള വെപ്പൺസ്, അതായത് ഷെൽസ്, 2000 ഷെൽസ് അങ്ങോട്ട് പോകുന്നത് ഫ്രീസ് ചെയ്തു. കാരണം ഗാസയിലെ ആൾക്കാരെ സിവിലിയൻസിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ 2000-ഓളം ഷെല്ലുകൾ ഇസ്രായേലിലോട്ട് കൊടുത്തു വിടുന്നതിനെ ഫ്രീസ് ചെയ്യുന്നു. ഈ സമയത്ത് അമേരിക്കയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ട്രംപിന് അനുകൂലമായിട്ട് ക്യാമ്പയിൻ നടത്തിയ ആളാണ് ഈ പറയുന്ന വിറ്റ്കോഫ്. അപ്പം നിങ്ങൾക്ക് പിടികിട്ടില്ല ഇയാൾ ആരായിരിക്കും? ഇയാളെയാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ എൻവോയ് ആയിട്ട് ട്രംപ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഈ 2 അപ്പോയിൻമെൻ്റ് ഉണ്ടായ ശേഷം ഇസ്രായേലിൽ വലിയ ആഘോഷമാണ് ഉണ്ടായത്. കാരണം ഇവരെപ്പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടും ഖത്തറിനെതിരായിട്ടും ഇവർ പല പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്.
ഈ വിറ്റ്കോഫ് എന്ന് പറയുന്ന ആൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ആ, ഈ ഈ ഹോസ്റ്റേജസുമായിട്ടുള്ള ഡീല് ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോൾ അത് ഖത്തറാണ് മെയിൻ ഗെയിം കളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഖത്തറിൽ നിന്നും അമേരിക്കൻ ട്രൂപ്സിനെ വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് ഈ രണ്ടാമത് പറഞ്ഞയാൾ. അയാളാണ് ഈ പറയുന്ന എൻബോയി ആയിട്ട് പോകുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ രണ്ട് അപ്പോയിൻമെൻറ്റിൻ്റെയും പ്രത്യേകത. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്കയുടെ ഏറ്റവും ഫേവറേറ്റ് രാജ്യം. അതിനുവേണ്ടി അവർക്ക് താല്പര്യമുള്ള രണ്ട് പേരെയാണ് ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും രാജ്യം ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രീതിയിൽ പടപ്പുറപ്പാടോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് മാറ്റിയെടുക്കുക. ഇതാണ് ഈ രണ്ടുപേരുടെ ഉദ്ദേശ ലക്ഷ്യം. മനസ്സിലാക്കുക, ഇവരൊക്കെ അപ്പോയിൻ്റ് ആയിട്ട് ആദ്യം കൊടുക്കുന്ന ഇൻ്റർവ്യൂ എല്ലാം ഇസ്രായേലി റേഡിയോയ്ക്കും ഇസ്രായേലി ആർമി റേഡിയോയ്ക്കും അവിടുത്തെ പത്രങ്ങൾക്കുമാണ്. അമേരിക്കൻ മീഡിയയ്ക്ക് പോലും അല്ല കൊടുത്തിരിക്കുന്നത്. അത്രമാത്രം സ്റ്റോഞ്ച് ആയിട്ടുള്ള ഇസ്രായേലി സപ്പോർട്ടേഴ്സിനെയാണ് പ്രധാനപ്പെട്ട രണ്ട് കീ പോസ്റ്റുകൾ. ഒന്നാമത് അമേരിക്കയുടെ ഇസ്രായേലി അംബാസഡർ, രണ്ടാമത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ എൻബോയ്. കാരണം ഈ ഖത്തർ ആണെങ്കിലും സൗദി ആണെങ്കിലും അവിടെയുള്ള എല്ലാ അറേബ്യൻ രാജ്യത്തെയും ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ആളാണ്, ഈ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ഇതിൽ നിന്നും വളരെ കൃത്യം വ്യക്തമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വലുതാകാൻ പോവുകയാണ്. അതായത് സൗത്ത്, ഈ തെക്കൻ ലെബനൻ ഉൾപ്പെടെ, അതേപോലെ തന്നെ ഈ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ ഇത് വലുതാകാൻ പോവുകയാണ്. അതിന് സപ്പോർട്ടീവായിട്ട് മനസ്സിലാക്കുക, രണ്ടാമത്തെ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഇസ്രായേലിന് വേണ്ടി പണം പിരിക്കുന്ന ആളാണ് അമേരിക്കയിൽ നിന്നും. അപ്പം ആ ഒരു ബന്ധമുള്ള ഒരാളിനെയാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ എംബോയി ആയിട്ട് വിടുന്നത്. ഇസ്രായേലിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്നയാളാണ്. അതായത് അവിടെ സെറ്റിൽമെൻറ്റിന് വേണ്ടി. കാരണം ആ ഗവൺമെൻറ്റിൻ്റെ പണം കാണില്ല, പക്ഷേ ഇവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ട്, അതായത് ഇവിടെയുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ പണം കളക്ട് ചെയ്തിട്ട് അത് ഇസ്രായേലിലോട്ട് അയക്കുന്നയാളാണ് ഈ രണ്ടാമത്തെ പറഞ്ഞ ആൾ. അപ്പോൾ അയാളൊക്കെ വിടുമ്പോൾ എന്താണ് ഉദ്ദേശമെന്ന് വളരെ കൃത്യമാണ്. അതായത് ഖത്തറിനും ഈ പറയുന്ന ഇസ്രായേലിനെ എതിർക്കുന്ന പല രാജ്യങ്ങൾക്ക് താക്കീത് മാത്രമല്ല, ഇറാൻ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഞങ്ങൾ നിൻ്റെ പുറകിലുണ്ട്, വേണ്ടാതിനം കാണിച്ച് നിന്നെ തകർക്കും. ഇതൊക്കെയാണ് ഈ കൊടുക്കുന്ന ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയാൻ, ഈ വരാൻ പോകുന്ന ട്രംപ് അധികാരത്തിലേട്ട് 1-2 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തെക്കൻ ലെബനൻ അവൻ്റെ അനക്സേഷൻ അവൻ്റെ കൂടെയാകും. കാരണം പുതിയ സെറ്റിൽമെൻറ്റും പരിപാടികളൊക്കെ വരും. കാരണം ഇവർ രണ്ടുപേരും ഈ ഇല്ലീഗൽ സെറ്റിൽമെൻറ്റ് ഒക്കുപ്പേഷൻ ഇസ്രായേൽ നടത്തുന്നു എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നവരാണ്. കാരണം ഇവരുടെ പഴയകാല സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ്. ഇവരെല്ലാം പറയുമ്പോഴേ എല്ലാം ബൈബിൾ തന്നെയാണ് കോട്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ 1-2 പ്രഭാഷണം ഞാൻ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ബൈബിളിനെയാണ് പരാമർശിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നുണ്ട് ഇത് ഇവിടം മുതൽ ഇവിടം വരെ ഇസ്രായേൽ ആയിരിക്കണം, ഇന്ന രാജ്യങ്ങൾ അത് പിടിച്ചെടുക്കണം. ഇതൊക്കെ ബൈബിൾ പറയുന്നു. അതുകൊണ്ട് നമ്മളത് ചെയ്യണമെന്ന് പറയുന്നവരാണ് രണ്ടുപേര്. ഈ രണ്ടുപേരെ അവിടെ വിടുമ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന താക്കീത് എന്താണ്? അതായത് ഇസ്രായേലിനെ തൊടാൻ പറ്റില്ല. ഇതാണ് വ്യക്തമായ താക്കീത്. ഈ രീതിയിൽ അപ്പോയിൻമെൻറ്റ് നടത്തിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ രാജ്യങ്ങൾക്ക് താക്കീതാണ്. കാരണം ഇസ്രായേലിൻ്റെ സ്വന്തം ആൾക്കാർ ആണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ വിഷൻ വളരെ ക്ലിയറാണ്. ഇസ്രായേലിനെ വിട്ട് ഒരു കളിക്കും അവർ തയ്യാറല്ല.